ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് മലയാള സിനിമയ്ക്കും നമുക്ക് ഫാൻസിന് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയായിരുന്നു ദൃശ്യം 3. ദൃശ്യം 1 കണ്ടു, ദൃശ്യം 2 കണ്ടു, ഇനി ദൃശ്യം 3യുടെ ഊഴമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, സ്പോയിലറുകൾ വരുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടോളൂ കേട്ടോ. കാരണം ഇതൊരു സിനിമ മാത്രമല്ല, വർഷങ്ങളായി നമ്മൾ പിന്തുടരുന്ന ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കഥയുടെ മറ്റൊരു ഗംഭീര അധ്യായമാണ്. ഇനി ജോർജ് കുട്ടി നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമാണ് സിനിമ മുഴുവൻ നമ്മൾ പിടിച്ചിരുത്തുന്നത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ടി അനാവശ്യ ട്വിസ്റ്റുകളോ ഒന്നും തന്നെ അങ്ങനെ കുത്തി നിറച്ചിട്ടില്ല. പകരം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം സ്വാഭാവികമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് സിനിമ കാണിച്ചു തരുന്നത്. ദൃശ്യം 1ലെയും 2ലെയും പോലെ വലിയ ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. പക്ഷേ നമ്മളെ പിടിച്ചിരുത്തുന്ന സസ്പെൻസും ത്രില്ലും ഇമോഷൻസും എല്ലാം കൃത്യമായ അളവിൽ തന്നെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാനുള്ളത് മോഹൻലാലിൻ്റെ ആക്ടിങ് തന്നെയാണ്. ജോർജ് കുട്ടിയായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ദൃശ്യത്തിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ലും കണ്ട ജോർജ് കുട്ടിയല്ല നമ്മൾ ദൃശ്യം 3യിൽ കാണുന്നത്. ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാറിയ മറ്റൊരു ജോർജ് കുട്ടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ മാറ്റങ്ങൾ ലാലേട്ടൻ അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒപ്പം അഭിനയിച്ച എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബരംഗങ്ങളിലെ ഇമോഷണൽ സീൻസ് എല്ലാം വളരെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയണം. ഓരോ സീനിലും ടെൻഷനും സസ്പെൻസും കൂട്ടാൻ മ്യൂസിക് ഒരു വളരെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായ ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ യഥാർത്ഥ വിജയം എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ പറഞ്ഞാൽ ജിത്തു ജോസഫും മോഹൻലാലും വീണ്ടും ഒരിക്കൽ കൂടി ദൃശ്യം ബ്രാൻഡിൻ്റെ മാജിക് തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു പക്ക ഫാമിലി ത്രില്ലർ, ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം, സ്പോയിലറുകൾ വരുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, തിയേറ്ററിൽ പോയി സിനിമ കാണൂ, ദൃശ്യം 3 എൻജോയ് ചെയ്യൂ. ജോർജ് കുട്ടി വീണ്ടും തെളിയിക്കുകയാണ് ചില കഥകൾക്ക് ഒരിക്കലും അവസാനമില്ല എന്ന്.